മുത്തുനബിയുടെ നിഴലിൽ 4 അഭിപ്രായം പറഞ്ഞതായി ഒരു കിതാബ് ഈ ലോകത്ത് വെച്ച് പേരോട് വായിച്ചാൽ നിങ്ങളെ ചെരുപ്പെടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. ചെരുപ്പും പെറുക്കി നടന്നാ പോരാ കേട്ടോ, ആരാന്റെ ചെരുപ്പും പെറുക്കി നടന്നാ പോരാ, കിതാബ് ഓതി പഠിക്കണം കേട്ടോ. കേട്ടോളൂ, ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു പറയുന്നു, അതിനെപ്പറ്റി ഒരഭിപ്രായം ഖീല ഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലാ യഖഉ ദില്ലുഹു അലൽ അർളി തശ്രീഫാ, ഭൂമിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നിഴല് വീഴൂല. അത് നബി തങ്ങൾക്ക് അല്ലാഹു കൊടുത്തൊരു ബഹുമാനം. ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന നൂറൻ ശരീഫൻ റൂഹാനിയൻ, നബി തങ്ങൾ ആത്മീയമായി പറഞ്ഞാൽ, അടിസ്ഥാനപരമായി പറഞ്ഞാൽ അവിടുന്ന് ഒരു പ്രകാശമാണല്ലോ. അതുകൊണ്ട് തന്നെ വജിസ്മൻ ലതീഫൻ നൂറാനിയൻ, അവിടുത്തെ ശരീരത്തിനും അതുപോലെ തന്നെ പ്രകാശപൂരിതമാണല്ലോ. വന്നൂറു ലാ ദില്ല ലഹു, പ്രകാശത്തിന് നിഴലുണ്ടാകൂലല്ലോ. കമാന്നൽ മലായികത അലൈഹിമുസ്സലാം ഹാലീന ബൈന അദ്ഹുരിനാ ലാ യുൻകിറു ദാലിക അഖിലുൻ, മലക്കുകൾ നമ്മളെ മുന്നിലേക്ക് വരുമ്പോ നമ്മളതാ മലക്കുകളെ നമ്മൾ കാണുന്നില്ല, മലക്കുകളെ നിഴലും കാണുന്നില്ലല്ലോ. ഏതേ അത് അവർക്കുള്ള ആ നൂറാനിയത്താണ്, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതല്ലേ അവര്. ഇനിയോ അന്നഹും ഖുലിഖൂ നൂറൻ സിർഫൻ, ഇനി വേറെ ചില പണ്ഡിതന്മാര് പറയുന്നു അങ്ങനെ വെക്കണമെന്നില്ല. ബൽ തകർറുമൻ ലിദാതിഹി ശരീഫതി അൻ യുതാ ദില്ലുഹാ ബിൽ അർദി ലിവലായും തഹന. ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ മറ്റൊരു പ്രസംഗം നടത്തുമ്പോൾ ഈ അഭിപ്രായം ഉദ്ധരിച്ചിരുന്നു. ബൽ തകർറുമൻ ലിദാതിഹി ശരീഫതി അൻ യുതാ ദില്ലുഹാ ബിൽ അർദി ലിവലായും തഹന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴല് നിലത്ത് വീണാൽ അത് പല കാലുകൊണ്ടും ചവിട്ടിപ്പോയിട്ട് നബി തങ്ങളുടെ നിഴല് ചവിട്ടിപ്പോവുക എന്നതൊരു ബഹുമാനക്കുറവല്ലേ? അതില്ലാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല അങ്ങനെ കൊടുത്തതാണ്. വേറൊരഭിപ്രായം മഹാനായ ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിക്കുകയാണ്. വഖീല, മറ്റൊരഭിപ്രായം എന്താണ്? ബൽ കാനത്തിൽ ഗമാമത്തു തുദില്ലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ യുറാ ലഹു ദില്ലുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോ തങ്ങൾക്ക് കാർമേഘം തണലിട്ട് കൊടുത്തിരുന്നു. അപ്പൊ ഒരു തണലുണ്ടാകുമ്പോ അതിന്റെ ഉള്ളിൽ വരുന്ന ആൾക്ക് പിന്നെ തണൽ കാണൂലല്ലോ. നമ്മളൊരു മരത്തിന്റെ തണലിൽ പോയി നിന്നാ പിന്നെ നമ്മളെ തണൽ അവിടെ കാണൂലല്ലോ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാ മേഘം തണലിട്ട് കൊടുത്തതിനാൽ നബിതങ്ങളുടെ നിഴല് കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞ ഇമാമീങ്ങളുമുണ്ട്. വേറെ ചില പണ്ഡിതന്മാരെ നാലാമത്തെ അഭിപ്രായം ഇമാം മഹല്ലി നൈസാബൂരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഇന്നമാ ലം യകുൻ ലഹു ദില്ലുൻ ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യക്തുബു വഹുവ നബിയ്യുൻ ഐ ലം യഖഅ ലിയദിഹിൽ കരീമത്തി ദില്ലുൻ അലാ ഇസ്മില്ലാഹി തആല ബഅദ അത്തഖല്ലുഖ് ബിമാ യൻബഗി ലഹു അത്തഖല്ലുഖ് ബിഹി മിൻ അസ്മാഇല്ലാഹി തആല ഫറഫഅ അല്ലാഹു തആല ദില്ലഹു അൻ യഖഅ അലൽ അർളി വഖീല ഗൈറു ദാലിക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതുമ്പോൾ അല്ലാഹുവിന്റെ പേരെഴുതുകയാണെങ്കിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലിന്റെ നിഴല് അള്ളാന്റെ പേരിന്റെ മേലെ വീണാലോ എന്ന് മനസ്സിലാക്കി നബിതങ്ങൾ എഴുതാൻ അറിയാമെങ്കിലും എഴുതിയിട്ടില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് തീരെ നിഴല് കാണണ്ട എന്ന് അല്ലാഹു തആല കൊടുത്തൊരു ബഹുമാനമാണ്. അങ്ങനെ ഇമാം നൈസാബൂരിയെ പോലുള്ള പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. വഖീല ഗൈറു ദാലിക, വേറെ വിശദീകരണം പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. എടുക്കടോ ചെരുപ്പ്, എടുക്ക് ചെരുപ്പ്. മഹല്ലി മുത്തുനബിയുടെ നിഴലിൽ 4 അഭിപ്രായം പറഞ്ഞതായി ഒരു കിതാബ് ഈ ലോകത്ത് വെച്ച് പേരോട് വായിച്ചാൽ നിങ്ങളെ ചെരുപ്പെടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. എടുക്കടോ ചെരുപ്പ്, എടുക്ക് ചെരുപ്പ്.